നമ്മളിൽ പലർക്കുമുള്ള ഒരു സംശയമാണല്ലേ, പ്രമേഹത്തിന് ഗുളിക കഴിക്കുന്നതാണോ അതോ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നതാണോ കൂടുതൽ നല്ലതെന്ന്. ടാബ്ലറ്റ് ഒക്കെ കഴിച്ചാൽ കിഡ്നിയെ ബാധിക്കുമെന്ന് കരുതി പ്രമേഹത്തിന് മരുന്ന് കഴിക്കാത്തവരും ധാരാളമുണ്ട്. സാധാരണയായി പ്രമേഹത്തിന്റെ തുടക്കത്തിൽ ഗുളികകളും ഈ ഗുളികകളൊക്കെ കഴിച്ചിട്ടും ബ്ലഡ് ഷുഗർ കൺട്രോളിൽ വരാത്തപ്പോൾ മാത്രമാണ് ഇൻസുലിൻ ഇഞ്ചക്ഷനും ഡോക്ടേഴ്സ് പൊതുവെ പ്രിസ്ക്രൈബ് ചെയ്യുന്നതായി കാണുന്നത്. എന്നാൽ എല്ലാ പ്രമേഹ രോഗികൾക്കും ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നത് എഫക്റ്റീവ് ആണോ? നമുക്ക് നോക്കാം. ഞാൻ ഡോക്ടർ ഷിൻസി കൊട്ടാരത്തിൽ. ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ബ്ലഡിൽ നമുക്ക് ചെയ്യാവുന്ന 2 ടെസ്റ്റുകളാണ് ഫാസ്റ്റിംഗ് ഇൻസുലിനും ഫാസ്റ്റിംഗ് സി പെപ്റ്റൈഡും. നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം ഇൻസുലിൻ ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട് എന്ന് ഈ ടെസ്റ്റിലൂടെ മനസ്സിലാക്കാം. മിക്ക പ്രമേഹ രോഗികളിലും ഇതിന്റെ വാല്യൂസ് നോർമലോ അല്ലെങ്കിൽ നോർമലിൽ കൂടുതലോ ആണ്. ഇവരിൽ പ്രമേഹം ഉണ്ടാകുന്നതിന്റെ യഥാർത്ഥ കാരണം ഇൻസുലിൻ ഇല്ലാത്തതല്ല, മറിച്ച് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ഈ ഒരു സാഹചര്യത്തിൽ അവർ ശ്രദ്ധിക്കേണ്ടത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ലോ കാർബ് ഡയറ്റ്, ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്, എക്സസൈസ്, സപ്ലിമെന്റുകളായ ALA, ക്രോമിയം, മഗ്നീഷ്യം തുടങ്ങിയവയൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ പ്രമേഹത്തിന് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നവരാണെങ്കിൽ ശരിക്കും നിങ്ങൾക്കത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തുന്നത് തീർച്ചയായും നന്നായിരിക്കും.